മലയാള സിനിമയിൽ ഒരുപക്ഷെ ഒറ്റയ്ക്ക് കൂട്ടമായാണ്, പക്ഷേ എങ്കിലും അങ്ങ് ഒറ്റയ്ക്ക് തലയെടുപ്പോടുകൂടി ഈ വാണിജ്യ സിനിമയിൽ തന്നെ സമാന്തരമായൊരു സിനിമ ജീവിതം കാലം സൃഷ്ടിച്ച ആളാണ്. അങ്ങേക്ക് ദേശീയ പുരസ്കാരം ലഭിച്ച 1997 സമാന്തരങ്ങൾ എന്ന സിനിമ. അതിൽ പക്ഷേ കൂടുതൽ പുരസ്കാരം ലഭിക്കുമായിരുന്നു. അതിന് പിന്നിൽ ചില അട്ടിമറിയുണ്ട്. എന്താണ് അങ്ങ് ഇപ്പോൾ അതേക്കുറിച്ച് പറയാനുള്ള സാഹചര്യം? അല്ല, അനുകൂലമായൊരു സാഹചര്യം വന്നപ്പോൾ സംസാരിച്ചു മാത്രമേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. 50 വർഷത്തെ സിനിമാ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ നമുക്ക് വളരെ ഹൃദയസ്പർശിയായിട്ട് തോന്നിയൊരു സംഭവം അതാണ്. അതുകൊണ്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ. അങ്ങേ വിഷമിപ്പിച്ചോ? അത് സ്വാഭാവികമാണ്. ഇല്ല, സ്വാഭാവികമായിട്ട് വിഷമം ഉണ്ടാവുമല്ലോ. കാരണം കപ്പിനും ലിപ്പിനും ഇടയ്ക്ക് നഷ്ടപ്പെട്ടതല്ലേ. അല്ല, എന്താണെന്ന് സംഭവിച്ചത്? ഇപ്പോൾ പേരുകൾ പറയാൻ കഴിയുമോ? ഇല്ലെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ ആ പിന്നണിയിൽ സംഭവിച്ചത് എന്നൊന്ന് വിശദമാക്കാൻ കഴിയുമോ? ആ വീഡിയോ ഞാൻ ഇവിടെ കാണിച്ചതാണ്. അതിന്റെ ഒരു ജൂറി മെമ്പർ പറഞ്ഞ വാക്കുകൾ ആണ് ആശ്രയമായിട്ട് എടുക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്, ആ സമയത്ത് ആ വർഷം ശ്രദ്ധിക്കുക, അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ കടമെടുത്ത് ഞാൻ പറയുകയാണ്. ആ വർഷം ഏറ്റവും നല്ല നടൻ ഇന്ത്യയിൽ, ഏറ്റവും നല്ല സംവിധായകൻ, ഏറ്റവും നല്ല ഫീച്ചർ ഫിലിം, ഈ 3 അവാർഡാണ് സമാന്തരങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചത് ആദ്യം. പിന്നീട് അതിനകത്ത് ഫർദറായിട്ടുള്ള ഇടപെടലുകളിലാണ് മാറി ഈ രീതിയിൽ വന്നത്. അത്രയേ ഉള്ളൂ. പക്ഷേ ഈ 3 അവാർഡും സമാന്തരങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ അത് ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി മാറി നിന്നേനെ. പറഞ്ഞ മനസ്സിലായില്ലേ? അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ. നല്ല നടനും നല്ല സംവിധായകനും നല്ല ചിത്രത്തിനുള്ള ഒരുമിച്ച് അവാർഡ് ആരും വാങ്ങിച്ചിട്ടില്ല. ആ അവസരമാണ് നഷ്ടപ്പെട്ടു പോയത്. അത്രേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല, അത് ഈ മികച്ച സംവിധായകൻ, മികച്ച ഫീച്ചർ സിനിമ, മികച്ച നടന്റെ പുരസ്കാരം ലഭിച്ചു. പക്ഷെ മികച്ച സംവിധാനം, ഫീച്ചർ ഫിലിം എന്ന കാറ്റഗറിയിലെ പുരസ്കാരം ലഭിക്കാതെ പോയി. അത് മറ്റെന്തെങ്കിലും സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെച്ചതാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രമുഖർക്ക് വേണ്ടി? അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ജൂറി മെമ്പർ പറഞ്ഞാണ് ഞാൻ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. അവര് തീരുമാനിച്ച ആ തീരുമാനത്തിൽ നിന്ന് പിന്നീട് ഇടപെടലുകൾ കൊണ്ട് മാറ്റം വന്നുവെന്നായി പറഞ്ഞു. മനസ്സിലായോ? അല്ല, ചില ഘട്ടങ്ങളിൽ ദേശീയ പുരസ്കാരങ്ങൾ നിർണ്ണയിക്കുമ്പോഴും സംസ്ഥാന പുരസ്കാരങ്ങൾ നിർണ്ണയിക്കുമ്പോഴും ചില ഘട്ടങ്ങളിൽ അതിൽ സർക്കാരിന്റെ താല്പര്യം, രാഷ്ട്രീയ താല്പര്യം പ്രകടമാണ് എന്ന പരാതി സമീപകാലത്ത് കുറെ കൂടി കൂടിയിട്ടുണ്ട്. ഈ 97 അത്തരം ഒരു ഇടപെടൽ ഉണ്ടായത് അത് സിനിമാ മേഖലയിൽ നിന്നാണോ അതോ രാഷ്ട്രീയ മേഖലയിൽ നിന്നാണോ? ഭരണസമ്മർദ്ദമാണ്? അല്ലല്ല, അത് നമുക്കറിയാം. ജൂറി മെമ്പർ പറഞ്ഞ അഭിപ്രായം മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അത് ആരുടെ ഇടപെടലാണെന്നുള്ള സംഭവം ഒന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. പക്ഷെ ഇത് ഫ്രം ഫസ്റ്റ് പേഴ്സൺ മൗത്താണ്. അദ്ദേഹം ജൂറി മെമ്പറായിരുന്നു, അദ്ദേഹം വിറ്റ്നസ് ആണ്, സാക്ഷിയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. ഈ സമാന്തരങ്ങൾ ഏറ്റവും നല്ല നടൻ, ഏറ്റവും നല്ല സംവിധായകൻ, ഏറ്റവും നല്ല ചിത്രം, ഈ 3 അവാർഡാണ് സമാന്തരങ്ങൾക്ക് ആദ്യം ഫിക്സ് ചെയ്തത്. അത് ഇന്ന് പിന്നാക്കം പോകേണ്ടി വന്നു. അഡ്ജസ്റ്റ്മെന്റ് വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടപ്പം ഈ രീതിയിൽ വന്നു. അത്രേ ഉള്ളൂ. ഈ സമാന്തരങ്ങൾ എന്ന സിനിമയിലേക്ക് അങ്ങെത്തുന്നത് അങ്ങയുടെ സിനിമയുടെ ദീർഘകാലത്തെ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ്. ഒരു വലിയ മാറ്റമായിരുന്നു സമാന്തരങ്ങൾ. അത് സമാന്തരമായ ഒരു സിനിമ തന്നെയായിരുന്നു. ഇപ്പോൾ ഒരു 30 വർഷം, 28 വർഷത്തിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ആ ചിത്രത്തെക്കുറിച്ച് കൂടി ഒന്ന് പറയാമെന്ന് തോന്നുന്നു. അങ്ങയുടെ ആ വേഷത്തെക്കുറിച്ച്, ആ ചിത്രത്തെക്കുറിച്ച്, അത് നിൽക്കുന്ന ഇപ്പോഴത്തെ ഓർമ്മകളെ കുറിച്ച് കൂടി. അതെ, തീർച്ചയായിട്ടും. അത് ഒരു ഓഫ് ബീറ്റ് ആണെങ്കിൽ തന്നെ എൻ്റെ സ്ഥിരമുള്ള ഫാമിലി ട്രാക്കിൽ നിന്ന് ഞാൻ മാറിയിട്ടുമില്ല. അതിനെ ബേസ് ചെയ്ത് ഒരു റെയിൽവേക്കാരൻ്റെ ജീവിതം, റെയിൽവേ നാടിൻ്റെ ഞരമ്പുകളാണെന്നുള്ള സന്ദേശം കൊടുത്തൊരു ചിത്രമാണത്. നന്ദി ശ്രീ ബാലചന്ദ്ര മേനോൻ. 1997 ദേശീയ ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ് ശ്രീ ബാലചന്ദ്ര മേനോന്റെ ഭാഗത്തുനിന്നുണ്ടായത്.